നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണം നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നല്ല ദൈവാധീനമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി ശുക്രനോട് യോഗം ചെയ്തിട്ട് സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ തന്നെ രാഹുകേതുക്കളുടേതായിരിക്കുന്ന ഒരു ബന്ധനാവസ്ഥയുണ്ട്. പക്ഷേ ഈ രാഹുവിന് മാറ്റം വരുന്നുണ്ട് ഈ മാസത്തിൽ, അതേപോലെ തന്നെ വ്യാഴത്തിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറുകയും 3-ൽ നിന്നും 2ാം ഭാവത്തിലേക്ക് രാഹു മാറുകയും ചെയ്യും. 19-ാം തീയതിയാണ് രാഹുവിൻ്റെ മാറ്റം. 14-ാം തീയതി വ്യാഴം മാറും. അപ്പോൾ ഈ രണ്ട് പ്രബലമായിരിക്കുന്ന മാറ്റങ്ങൾ ദൈവാധീനത്തിന് കുറവുണ്ടാകുകയും സാമ്പത്തിക നിരക്ക് ഉണ്ടാക്കാനും സാധ്യതയുള്ള കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, 4ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ അതിൻ്റെ 12 നിൽക്കുമ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 4ാം ഭാവാധിപതിക്ക് നീചാവസ്ഥയിൽ നിന്നും മാറ്റം വരും. അപ്പോൾ നീചത്തിൽ നിന്നും മാറുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് മാറുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ, കാര്യങ്ങൾ, പുത്രസംബന്ധമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, 5ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനാണ്, കർമാധിപത്യം വഹിച്ച്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധിക്ക് ഈ സമയത്ത് യോഗമുണ്ട്. പ്രത്യേകിച്ചും ജലചരധന ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് കർമാധിപതി മീനൻ രാശി നിൽക്കുന്ന കാരണം വീട് വിട്ട് അന്യദേശത്ത് പോകാനും വിദേശത്ത് പോകാനും ഒക്കെ യോഗമുണ്ട്. അതിനൊക്കെ ഉണ്ടായിരുന്ന ബന്ധനം രാഹു മാറുന്നതോടുകൂടി മാറുകയും ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്കും ദൈവാധീനം ഇല്ലാത്തത് കൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ദ്വാദശാക്ഷരി ജപിക്കുകയും ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ്, 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 5ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കും. 5ാം ഭാവത്തിൽ നിന്ന് വ്യാഴം ശത്രുസ്ഥാനത്തേക്ക് പോവുകയും 5ാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ വരികയും കൂടി ചെയ്യുന്നതുകൊണ്ട് മാനസിക ടെൻഷൻ കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിദേശത്ത് പോയ മക്കളെ പ്രതിയൊക്കെ മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് കൂടുതൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല, 2ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാൻ ഇടവരുത്തുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യാധിപതി ആയത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഭാതകാധിപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് ബുധൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ അതല്ലെങ്കിൽ നമ്മൾക്ക് ഭാഗ്യത്തെ ചെയ്തിരുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ശത്രുത പോലെയുള്ള കാര്യങ്ങൾ, മാനസികമായിട്ട് അകൽച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇടയ്ക്ക് ഗണപതി ഹോമം ചെയ്യണം ഈ മാസത്തിൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരാൻ. ഇപ്പോൾ നിവർത്തി സ്ഥാനത്ത് 7ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്, നീചത്തിലും കൂടിയാണ്. അത് അഷ്ടമത്തിലേക്ക് മാറും. അപ്പോൾ അത് ഭൂമി സംബന്ധമായിരിക്കുന്ന വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവും ഇഷ്ടസ്ഥാനത്തേക്ക് മാറും. ഇഷ്ടസ്ഥാനത്തേക്കല്ല, അഷ്ടമത്തിലാണ്, എന്നാലും ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.